Good morning. Good morning. Good morning. PG ക്ലാസ്സിൽ ഇത്രയും പേര് കയറാറുള്ള കുറച്ച് ആളുകളുള്ളല്ലോ. Good morning. എന്നെ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്? ഭൂരിഭാഗം കുട്ടികള് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണല്ലേ? അതെ അതെ. സുമയ്യ ഏത് ബാച്ച് ആയിരുന്നു? ചരണ്ണയനായിരുന്നു അല്ലേ? ഓക്കെ. എവിടെയാ വീട്? വീട് എവിടെയാണ്? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹലോ മാം. ഹലോ. ഞാൻ സുമയ്യ, കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂര്. ആണല്ലേ? വീട്ടില് ഉമ്മ, വാപ്പ, അനിയത്തി, ചെറിയ മോളുണ്ട്. മാരേജ് കഴിഞ്ഞാണല്ലേ? കോൺവക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ? മാം എനിക്ക് പരിചയമില്ലാത്തോണ്ട് ആണ് ഞാൻ വരാന്. ഓക്കെ. മിസ് പറഞ്ഞു സുമയ്യൊക്കെ ഉണ്ടപ്പോ പഠിപ്പിച്ചിട്ടുണ്ടാവും ബാച്ചില്. നെക്സ്റ്റ് ആരാ? പുതിയൊരു കുട്ടി ഗൗരി. ഹായ് മാം, ഞാൻ HRM 9th ബാച്ചിലായിരുന്നു. 9th ബാച്ചിൽ വരുന്നല്ലേ? ഓക്കെ. എവിടെ വീട്? എന്റെ വീട് ട്രിവാൻഡ്രം. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയത്തി. മാരേജ് കഴിഞ്ഞാണോ? അല്ല മാം, കഴിഞ്ഞിട്ടില്ല. ഓക്കെ. എന്താ പഠിച്ചേ? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞതാണ് മാം. ഇത്രയും കുട്ടികൾ കയറാറുണ്ടോ നമ്മുടെ PG ക്ലാസ്സില്? വളരെ കുറവ് കുട്ടികളുള്ളല്ലോ. ബാക്കി എല്ലാവരും ഇപ്പൊ റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നവരായിരിക്കും അല്ലെ? ഓക്കെ. ഓക്കെ. എങ്ങനെയുണ്ട് HRM PG? പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? HRM ഡിപ്ലോമ ബാച്ച് പോലെയാണോ? അല്ലെങ്കിൽ ഡിപ്ലോമയിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ? ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാനായിട്ട്? ഇല്ല, കുഴപ്പമില്ല അല്ലെ? ഓക്കെ. ഇപ്പൊ ഓക്കെയാണ്. ഇനി കുറച്ച് കഴിയുമ്പോയിരിക്കും അല്ലെ? ഓക്കെ. അതെ സ്റ്റാർട്ട് ആയിട്ടല്ലേ ഉള്ളൂ അല്ലെ? ഓക്കെ. മിസ്മാരൊക്കെ ക്ലാസ് എടുത്ത് തുടങ്ങിയോ? തുടങ്ങി. ഓക്കെ. അപ്പൊ നമ്മൾ എടുക്കുന്നത് യൂണിറ്റ് 3 ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഓക്കെ. ജസ്റ്റ് ഒരു കുറച്ച് ഭാഗം മാത്രം മിസ് എടുക്കാന്ന്. അധികം ബോറടിപ്പിക്കില്ല. നമുക്കറിയാം എന്താണ് ഡിപ്ലോമ പോലെയല്ല PG. ഇത്രയും കൂടി എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അതുപോലെ തന്നെ ചിലപ്പോ HRM ആയതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ? അത് എന്താണ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോ ബോറടിക്കാറുണ്ടോ ക്ലാസ്സുകളൊക്കെ? ഡിപ്ലോമ ക്ലാസ്സുകള് ഉണ്ടാ? ചിലപ്പോ ഞാൻ പറഞ്ഞത് തന്നെയും പിന്നെയും പറയുന്നത് പോലെ തോന്നാം അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ PG. ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആണ്. പിന്നെ എന്താ അതുപോലെ തന്നെ ഇപ്പൊ ഡിപ്ലോമയിലോ ഉള്ളതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ തരും. അത് കൃത്യമായിട്ട് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഇപ്പൊ സുമയ്യ ഗൗരിയൊക്കെ HRM 9 ബാച്ചാണെന്ന് പറഞ്ഞു. മിസ്സിന് അധികം പരിചയം ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പൊ പരിചയമില്ലല്ലോ, മിസ് എന്ത് വിചാരിക്കും, വേറെ കുട്ടികൾ എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും നമ്മുടെ ഇടയിൽ വേണ്ട. നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം.
അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, മിസ്സിനെ പേടിയാണോ? അല്ലെ, മിസ് ഇത്തിരി സ്ട്രിക്റ്റ് പോലെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് നല്ല ഒരു നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ? കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോ ചില കുട്ടികൾ പറയാറുണ്ട് മിസ്സിനെ കാണുമ്പോ ഇത്തിരി സ്ട്രിക്റ്റും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ കണ്ടപ്പോ അങ്ങനെ എല്ലാന്നും പറയാറുണ്ട്. ഈ HA-22 കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ അടുത്ത്. അപ്പൊ അതിലൊരു കുട്ടി പറഞ്ഞാണ് ബിസിനസ് സിസ്റ്റത്തിലെ കാണുമ്പോൾ ഇത്തിരി എന്താ സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നാറുണ്ട്, പക്ഷെ അടുത്ത് വന്നപ്പോ അത്ര ഒരു സിമ്പിൾ ആയിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. അത് സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും അല്ല, നമ്മള് പഠിപ്പിക്കണം, അതനുസരിച്ച് നമ്മൾ പഠിപ്പിക്കണം അല്ലെ. ടീച്ചറിന്റെ ഒരു കടമയാണല്ലേ കുട്ടികളെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കാം, എന്ത് സംശയം ഉണ്ടെങ്കിലും തീർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് യൂണിറ്റ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാല്? മാൻ പവർ. ഓക്കെ, അതിന്റെ എന്തെങ്കിലും കമന്റ് ഇട്ടോ? പിന്നെ എന്ത് പറയാൻ പറ്റും? ആർക്കെങ്കിലും വേറെ കമന്റ് എന്തെങ്കിലും ഉണ്ടോ? ലേബർ സപ്ലൈ, ഹ്യൂമൻ, ഇതാണ് സുമയ്യ എന്താ പറഞ്ഞേ? ഹ്യൂമൻ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ആരാണ് ഹ്യൂമൻ റിസോഴ്സസ്? അറിയാൻ പറ്റുമോ? ആരെയും നമ്മൾ പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എംപ്ലോയീസിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും ഇല്ലേ? ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എംപ്ലോയീസ് അങ്ങനെ ഇല്ല, അല്ലെങ്കിൽ തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല. കാരണം എന്താണ്? എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നമുക്ക് നല്ല രീതിയിലേക്ക് സക്സസിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അല്ലെ. എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ മുഖ്യമായിട്ടുള്ള ഫാക്ടർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഹ്യൂമൻ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്ലാനിങ്, എത്ര എംപ്ലോയീസ് വേണം, എങ്ങനെയൊക്കെ മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ ടെക്നിക്സ് വഴി, ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ കരിയർ നമുക്ക് എങ്ങനെ, ഏതൊക്കെ മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, അവരെങ്ങനെ നമുക്ക് ഓർഗനൈസേഷനിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ ഒരു ഡെഫിനേഷൻ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് ഒബ്ജക്റ്റീവ്സ്, ബെനിഫിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ബെനിഫിറ്റ് എന്താണ്, നീഡ്സ്, മൈക്രോ ലെവലിലുമായിട്ട് ബന്ധപ്പെട്ട നീഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. പേജ് നമ്പർ 40 ആണ്. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഇല്ല, കിട്ടിയിട്ടില്ല അല്ലെ. ഓക്കെ, ആർക്കും കിട്ടിയിട്ടില്ല. ഓക്കെ, PDF ക്ലാസ് റൂമിലാണോ ഇട്ട് തന്നിരിക്കുന്നത്? ഓക്കെ, മിസ്സുമാര് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒന്ന് എഴുതി എടുക്കാം കേട്ടോ. ലെക്ചർ നോട്ട് പോലെ ജസ്റ്റ് ഒന്ന് എഴുതി എടുത്താൽ മതി.
ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചപ്പോ ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ PDF നോക്കിയാലും മതി, വേണ്ടവരെ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ, ലെക്ചർ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് is the most significant HR function in an organization. അല്ലെ, ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ ഓർത്ത് നോക്കുക, ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ഒരു ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷനിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെ, ഹ്യൂമൻ റിസോഴ്സസിനെ ആസൂത്രണം ചെയ്യുക, ലേബേഴ്സിനെ ആസൂത്രണം ചെയ്യുക. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റില് ഏതൊക്കെ വേക്കൻസീസ് ഉണ്ട്, എങ്ങനെയെല്ലാം അവരെ റിക്രൂട്ട് ചെയ്തെടുക്കണം, ഏതൊക്കെ മെത്തേഡിലൂടെ ഏതൊക്കെ ടെക്നിക്സിലൂടെ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി എന്താ? ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ അക്വയറിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇനി എന്താണ്? ഒരു സ്ഥാപനത്തില് മനുഷ്യ വിഭവശേഷി, അതായത് ഹ്യൂമൻ റിസോഴ്സസ് നേടിയതിനു ശേഷമുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ അക്വയറിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തില് മനുഷ്യ വിഭവശേഷി നേടിയതിനു ശേഷമുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത് ഫോക്കസസ് ഓൺ എൻഷുറിംഗ് സഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. എന്താണ്? ഒരു സ്ഥാപനത്തില് ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകത പ്രവചിക്കുന്നതിലും അതുപോലെ തന്നെ എന്താണ് അവിടെ പറയുന്നത്? അവിടെ നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് സെന്റൻസ് കൂടി നോക്കാം. ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ് ഈസ് occupied with the forecasting and the projecting the necessity of the human resources in an organization. അപ്പൊ അവിടെ പറയുക സെക്കൻഡ് സെന്റൻസ് നമുക്ക് വായിക്കാം. The focus on ensuring sufficient supply of human resources, quality of human resources and effective utilization of human resources. ഇങ്ങനെ നമുക്ക് എങ്ങനെയെല്ലാം ഇത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്തിലൊക്കെയെല്ലാം ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവിടെ സഫീഷ്യന്റ് ആയിട്ടുള്ള മതിയായ രീതിയിലുള്ള അല്ലെ വേണ്ടത്ര ഹ്യൂമൻ റിസോഴ്സുകളെ സപ്ലൈ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, എവിടെയൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് ഒക്കെയാണ് എന്തിൽ ഫോക്കസ് ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ മേഖലകളിലാണ് ഹ്യൂമൻ റിസോഴ്സസ് സഫീഷ്യന്റ് സപ്ലൈ ഓഫ് ദി റിസോഴ്സസ്, എവിടെയൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യണം, ഏതൊക്കെ വേക്കൻസീസ് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്നുണ്ട്, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ അത്രയും ലേബേഴ്സിനെ നമുക്ക് അവിടേക്ക് സപ്ലൈ ചെയ്യണം അല്ലെ. അങ്ങനെ സപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെയുള്ള പ്രവർത്തനങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കില്ല, അല്ലെങ്കിൽ ഒരു സക്സസിലേക്ക് അല്ലെ ആ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാം, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാം, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാം അല്ലെ, കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഓരോ ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വേണ്ടത്ര ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ, വേണ്ടത്ര ലേബേഴ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ ഇല്ല, കറക്റ്റ് നമ്പേഴ്സ് ഓഫ് എംപ്ലോയീസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങള് കറക്റ്റ് രീതിയിൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മതിയായ രീതിയിൽ ഹ്യൂമൻ റിസോഴ്സസ് സപ്ലൈ ചെയ്യണം. പിന്നെ എന്താണ്? ക്വാളിറ്റി അല്ലെ, അവർക്ക് എത്ര ഇപ്പോ എന്താണ് നമ്മൾ എങ്ങനെയാണ് ഒരു എംപ്ലോയീസിനെ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത്? ഏതൊക്കെ രീതിയിലായിരിക്കാം? ഇതൊക്കെ എന്താ പറയാ, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കാം ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ ലേബേഴ്സിനെ നമ്മൾ എടുക്കുന്നത്, ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത്? അയാളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കും അല്ലെ, ഇല്ലേ, ഇൻട്രസ്റ്റ് നോക്കും അല്ലെ, ഏതൊക്കെ മേഖലകളിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നോക്കാറുണ്ട് ഇല്ലേ, എക്സ്പീരിയൻസ് ഉണ്ടോ,
ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ വേണം ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിൽ നിന്ന് സപ്ലൈ ചെയ്തെടുക്കാനായിട്ട്. കാര്യം എന്താണ്, അങ്ങനെ എടുത്താൽ മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെ. ക്വാളിറ്റിയുള്ള അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, ക്വാളിറ്റിയിൽ എല്ലാം പെടുന്നുണ്ട് അല്ലെ. എക്സ്പീരിയൻസ് ആയാലും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ നല്ല സ്കിൽ ഉണ്ടായിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ലേബേഴ്സിനെ വേണം നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എടുക്കാനായിട്ട്. അപ്പൊ അതും കൂടി നോക്കണം. അതുപോലെ തന്നെ എന്താണ്, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ നിന്ന് സപ്ലൈ ചെയ്തെടുത്തു, മാർക്കറ്റിൽ നിന്ന് എടുത്തു, അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഒരു എംപ്ലോയിനെയാണ് എടുത്തത്. ഇനി എവിടെയൊക്കെ അയാളെ നമ്മൾ എന്ത് ചെയ്യാം, ഉപയോഗിക്കണം അല്ലെ. ഏതൊക്കെ മേഖലകളില് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക. അത്തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സസുകളെ നമ്മൾ എക്സ്റ്റേണലി ആയിക്കോട്ടെ, ഇന്റേണലി ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടല്ലേ ഓരോ വേക്കൻസീസ് വരുമ്പോഴും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ അത് കറക്റ്റ് രീതിയിൽ യൂട്ടിലൈസേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമാണ് ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, human resources planning is occupied with the forecasting and projecting the necessity of human resources in the organization. എന്താ പറയുന്നത്, ഒരു സ്ഥാപനത്തില് ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകത പ്രവചിക്കുന്നതിലും അല്ലെ, ഫോർകാസ്റ്റിംഗ് പ്രവചിക്കുന്നതിലും അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതിലും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് പങ്കുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. അതെന്താണ്, ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകത വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, പെട്ടെന്ന് നമുക്ക് പോയിട്ട് മാർക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല ഇല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാനിങ് നടത്തണം, ആസൂത്രണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. കറക്റ്റ് രീതിയിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് എന്താണ്, നമുക്ക് തോന്നിയ പോലെ പോയി ഒന്നും, ഇപ്പൊ എംപ്ലോയർ അല്ലെങ്കിൽ മാനേജർ ഉണ്ട് ഓർഗനൈസേഷനിൽ, അയാൾക്ക് പോയിട്ട് തോന്നിയ പോലെ പോയിട്ട് നമുക്ക് എന്താണ് ഇന്റർവ്യൂ ചെയ്തിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. പകരം എന്ത് ചെയ്യണം, പ്ലാനിങ്, കറക്റ്റ് പ്ലാനിങ് നടത്തണം അല്ലെ. ആസൂത്രണം നടത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. എന്താണ്, ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഒരു പ്രോസസ്സ് അല്ലെ, ഇന്നത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ്, ഓരോ പ്രോസസ്സ് വഴി നമ്മൾ എന്ത് ചെയ്യണം, സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ്. നമ്മൾ പഠിച്ചിട്ട് ഡിപ്ലോമയില് സെലക്ട് ചെയ്യാ, റിക്രൂട്ട്മെന്റ് നടത്താം, ഓരോ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമുക്കിപ്പോ എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറയാം മിസ്. ഒരു എല്ലാവരും കേട്ടിട്ടുണ്ടാവും, സ്കൂളിൽ ഒരു വേക്കൻസി വന്നു. വേക്കൻസി വരുമ്പോ ഒരു ടീച്ചർ, ഇപ്പൊ മാത്സ് ടീച്ചറുടെ വേക്കൻസി ആണെങ്കിൽ എന്താണ്, BEd പഠിച്ച് കാറ്റഗറി UPST വേക്കൻസി വന്നത്. അപ്പൊ BEd പാസ്സായി കാറ്റഗറി 2 കിട്ടിയ ആളുകൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, എല്ലാവരും വന്ന് അപ്ലൈ ചെയ്തു. അപ്പൊ എന്താണ്, ഒരു വേക്കൻസി ഉള്ളൂ, പക്ഷെ എന്താണ്, ഒരു 100 പേര് അവിടെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് പോയിട്ട് ഇന്ന ആള് മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പകരം എന്തൊക്കെ നടത്തണം, അവിടെ ഓരോ പ്ലാനിങ്, കറക്റ്റ് പ്ലാനിങ് നടത്തണം അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് പ്ലാനിങ് നടത്തേണ്ടത്, എത്ര ആൾക്കാര് ഉണ്ട്, അതനുസരിച്ചിട്ട് എത്രാം തീയതി നമ്മൾ വെക്കണം, ഏത് മന്തിൽ വെക്കണം, ഏത് ഡേറ്റ്, അതുപോലെ തന്നെ ഏത് ടൈമിൽ ഇന്റർവ്യൂ നടത്താം. ഇനി ഇന്റർവ്യൂ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് റിട്ടൺ ടെസ്റ്റ് നടത്താം. ഇനി റിട്ടൺ ടെസ്റ്റിൽ നിന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ, ഏറ്റവും കൂടുതൽ ഇപ്പൊ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ 60 മാർക്കില് എത്ര മാർക്കാണ് ടോപ്പ് എന്നുള്ളത് എടുത്തു വെക്കുക. അതിനുശേഷം അത്രയും മാർക്ക് കിട്ടിയ കുറച്ച് അല്ലെ, അത്രയും മാർക്ക് കിട്ടിയ ആളുകളെ സെലക്ട് ചെയ്യുന്നു. 100 പേരിൽ നിന്ന് അത്രയും മാർക്ക് കിട്ടിയ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ വെച്ച് ഇന്റർവ്യൂ നടത്തുന്നു. ഓക്കെ, അല്ലെങ്കിൽ 100 ആൾക്കാരുണ്ട്, 100 ആൾക്കാരെ വെച്ചിട്ട് ഒരു ദിവസമോ 2 ദിവസവും കൊണ്ട് ഇന്റർവ്യൂ നമുക്ക് അത് നടത്തി കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, അതൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെ. പക്ഷെ അതിന് വേണ്ടതായിട്ടുള്ള കറക്റ്റ് പ്ലാനിങ് ഉണ്ടെങ്കിൽ, അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഹ്യൂമൻ റിസോഴ്സിനെ ഒരു ഓർഗനൈസേഷനിലേക്ക് അല്ലെങ്കിൽ വേക്കൻസി വരുമ്പോ എന്ത് ചെയ്യാനായിട്ട് നമ്മള്
പ്ലാൻ ചെയ്ത് കറക്റ്റ് പ്ലാനിങ്ങിലൂടെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. This unit shall cover the process of a human resource planning and the method of a forecasting and a supply of human resources. അപ്പോ ഈ യൂണിറ്റില് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഏതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ എങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പ്രവർത്തിക്കുന്നു എന്നും, അതുപോലെ തന്നെ ഇപ്പൊ കമ്പനിയിൽ എത്ര ജീവനക്കാരെ അത്യാവശ്യമായിട്ട് വേണം അല്ലെങ്കിൽ ആവശ്യമുണ്ട്, യഥാർത്ഥത്തിൽ എത്ര ജീവനക്കാരെ ലഭ്യമാക്കണം എന്നും പ്രവചിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് മിസ് പറഞ്ഞത്, എങ്ങനെയൊക്കെ അവരെ സെലക്ട് ചെയ്യുന്നു, എത്ര ആൾക്കാരെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അതൊക്കെ എന്താണ് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലെ ഓർഗനൈസേഷനിൽ. അപ്പൊ അതിനുള്ള ടൂൾസുകള് ടെക്നിക്സുകളൊക്കെയാണ് നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് അതാണ് അതിലുള്ള ഇൻട്രൊഡക്ഷനിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ സെന്റൻസും അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇപ്പൊ PDF ആണെങ്കിൽ ചിലവര് പറയാറുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുള്ളത്. അപ്പൊ അങ്ങനെ എടുത്ത് വെക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ലെസർ നോട്ടായിട്ട് എഴുതുന്നവര് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അത് തന്നെ അങ്ങോട്ട് പകർത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത്, ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഹൈഫൺ ഇന്നതാണ് എന്നുള്ളത് ഒന്ന് എഴുതി വെക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ആവും. ഓക്കെ, അധികം ബുദ്ധിമുട്ടുണ്ട. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ് ഏറ്റവും ഒരു ഓർഗനൈസേഷനിലെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്. ഇനി എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അല്ലെ. എന്താണ് ഒരു സ്ഥാപനത്തില് മനുഷ്യ വിഭവശേഷി നേടിയതിനു ശേഷമുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, എഫിഷ്യന്റ് അല്ലെങ്കിൽ സഫീഷ്യന്റ് സപ്ലൈ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. കറക്റ്റ് ആയിട്ട് നമ്മൾ മതിയായ രീതിയിൽ എവിടേക്കാണ് ലേബേഴ്സ് വേണ്ടത്, എവിടേക്കാണ് കറക്റ്റ് നമ്പറിൽ എംപ്ലോയീസ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് രീതിയിൽ സഫീഷ്യന്റ് ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യണം. പിന്നെ എന്താണ് ക്വാളിറ്റി നോക്കണം അല്ലെ. ഹ്യൂമൻ റിസോഴ്സസിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കാം. വെറുതെ പോയിട്ട് ഒരു നോളജും ഒരു സ്കില്ലും ഇല്ലാത്ത ഒരു എംപ്ലോയിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ ലോസ് ഉണ്ടാവോ പ്രോഫിറ്റ് ഉണ്ടാവോ? എന്താണ് വെറുതെ പോയിട്ട് നീ സെലക്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അപ്പൊ ഓക്കെ കുഴപ്പമില്ല നീ സെലക്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ ഏതാണോ വേക്കൻസി ഉള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അവന് കറക്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടോ, കറക്റ്റ് ആയിട്ടുള്ള സ്കിൽ ഉണ്ടോ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്തെടുക്കാൻ അല്ലെ. വെറുതെ പോയിട്ട് നീ സെലക്ട് ആയി അല്ലെങ്കിൽ നീ നാളെ തുടങ്ങി വന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ? ഓർഗനൈസേഷനിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റോ? അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് ഉണ്ടാക്കോ ലോസ് ഉണ്ടാക്കോ? ലോസ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എന്താണ് നമ്മള് എന്ത് ചെയ്തു, അപ്പോ ഹ്യൂമൻ റിസോഴ്സിനെ എടുത്തു, അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത്. പിന്നെ എന്ത് ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെന്റില് എത്ര രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, എവിടേക്ക് ഹ്യൂമൻ റിസോഴ്സുകളെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എവിടേക്ക് എംപ്ലോയീസിന് ആവശ്യമുണ്ട്, അത് കറക്റ്റ് രീതിയിൽ അവരെ ഉപയോഗിക്കണം അല്ലെ, യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയാണ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ഓക്യുപ്പൈഡ് വിത്ത് forecasting and projecting the necessity of human resources in an organization. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ഥാപനത്തില് ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകത പ്രവചിക്കുന്നതിലും അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതിലും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് പങ്കുണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അത് എത്ര വേക്കൻസീസ് ഉണ്ട് അല്ലെ, അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന വേക്കൻസീസ് എന്തൊക്കെയാണ്, നമുക്ക് എന്താണ് ഓരോ ഓർഗനൈസേഷനിൽ എത്ര വേക്കൻസി ഉണ്ടോ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
ക്വാളിറ്റി ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കണം അല്ലെ. നമുക്ക് തോന്നിയ പോലെ ഇപ്പൊ ഓർഗനൈസേഷന്റെ മേലധികാരി, ഇപ്പൊ മാനേജർ ആവാം, എംപ്ലോയർ ആവാം അല്ലെ. അപ്പൊ അവർക്ക് തോന്നിയ പോലെ പോയിട്ട് നമുക്ക് ലേബർ മാർക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അല്ലെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും കുറെ ടെക്നിക്സുകള്, മെത്തേഡ്സുകള് അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രയോഗിച്ചിട്ട് വേണം സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്ത് നിൽക്കുന്നത് എന്തൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന നമ്മളെ ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത്, ഡിഫറെന്റ് മെത്തേഡുകള്, ഡിഫറെന്റ് ടൂൾസുകള്, ടെക്നിക്സുകള്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, കവർ ചെയ്യുന്നത് ഈ യൂണിറ്റിൽ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്രയും കൂടി വലുതാക്കണോ മിസ്? ബുദ്ധിമുട്ടുണ്ടോ കാണാനായിട്ട്? ഓക്കെ ആണോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു കഴിഞ്ഞവര് നെക്സ്റ്റ് പാരഗ്രാഫ് വായിച്ചു നോക്കാം കേട്ടോ. വാട്ട് ഈസ് ദ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? എല്ലാവരുടെയും വായിച്ചു കഴിഞ്ഞിട്ട് മിസ് പറയാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പതുക്കെ പോകുന്നത് കേട്ടോ. കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ഇല്ല നിങ്ങൾക്ക്. കഴിഞ്ഞോ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളത്?
നേരത്തെ ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് ഒരു എന്താണ് കൺസെപ്റ്റ് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഈ പാരഗ്രാഫിൽ എന്താണ് അതിന്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്, അതിന്റെ എയിം ലക്ഷ്യം എന്താണെന്നുള്ളത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടത്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അതിന്റെ ഷോർട്ട് ഫോം ആണ് HRP. അതും ചോദിക്കാവുന്നതാണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വാട്ട് ഈസ് HRP? ഇനി ഇപ്പൊ മോക്ക് ടെസ്റ്റിലൊക്കെ കാണുമ്പോൾ അയ്യോ എന്താണെന്നാവും ഇത് ഒന്നും ചോദിക്കരുത്, അപ്പൊ കറക്റ്റ് ആയിട്ട് ചിലപ്പോ അതും ചോദിക്കാം. ഓക്കെ, അപ്പൊ HRP അതിന്റെ ഫുൾ ഫോം ആണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. മേ ബി ഡിഫൈൻഡ് ആസ് എ plan for acquisition, utilization, development and holding of the human resource of an enterprise. അപ്പൊ എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എ പ്ലാൻ ഫോർ അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വിസിഷൻ ഏറ്റെടുക്കല് അല്ലെ? ഏറ്റെടുക്കുക. ഇനി യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉപയോഗിക്കുക അല്ലെ? യൂസ് അല്ലെ? യൂട്ടിലൈസേഷൻ. ഡെവലപ്മെന്റ് അറിയാം, എന്താണ്? എക്സ്പാൻഡ് അല്ലെങ്കിൽ വികസനം. ഹോൾഡ്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾഡ് നിലനിർത്തുക. വെരി ഗുഡ്. ഓക്കെ, കൈവശം വെക്കല് അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോവാ അല്ലെ? അപ്പൊ എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റെടുക്കുകയും അത് വേണ്ട രീതിയിൽ ആ എംപ്ലോയീസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവരുടെ ഓരോ കാര്യങ്ങളും, ഇപ്പോ സ്കില്ലായിക്കോട്ടെ, നോളജ് ആയിക്കോട്ടെ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലെ? എങ്ങനെയാ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക? സ്കില്ല്, നോളജ് ഒക്കെ അറിയാൻ പറ്റോ? എങ്ങനെയാണ് അവരുടെ സ്കില്ല്, നോളജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? എങ്ങനെയായിരിക്കാം? വെരി ഗുഡ്. ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് ഇല്ലേ? ട്രെയിനിങ്ങുകള്, പ്രാക്ടീസുകള്, വർക്ക്ഷോപ്പുകള് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പല പല കാര്യങ്ങള് അവർക്ക് എന്തിപ്പോ ക്ലാസ്സുകളായാലും വർക്ക്ഷോപ്പുകള്, സെമിനാർസുകള്, അതുപോലെ തന്നെ അവയർനെസ് ക്ലാസ്സുകള്, ഇത്തരത്തിലുള്ള കാര്യങ്ങള്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകൾ അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ സ്കില്ലുകളായാലും നോളജുകളായാലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അല്ലെ? ഓരോ ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട്, അവർക്ക് പ്രാക്ടീസുകൾ കൊടുത്തുകൊണ്ട് അവരുടെ ജോലിയിൽ അവർക്ക് ഒന്നും കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ സ്കില്ലായാലും നോളജ് ആയാലും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോൾഡിങ്. എന്താണ് ഹോൾഡിങ് എന്ന് പറഞ്ഞാൽ? റീറ്റെയിൻ അല്ലെ? ഒരു കുട്ടി പറഞ്ഞോളെ, റീറ്റെയിൻ എന്ന് പറഞ്ഞാല് എന്താണ്? നിലനിർത്തുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് നിർത്തുക അല്ലെ? അവരെ എന്താണ് ഓർഗനൈസേഷനിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് എങ്ങനെയെല്ലാം പറ്റും നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്ത് അവരെ കൊണ്ടുപോകുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കാം? പറയാൻ പറ്റുമോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്രൈസൽ. ഏതൊക്കെ രീതിയിൽ നമുക്ക് പറ്റുന്നുണ്ട് ഹോൾഡ് ചെയ്യാനായിട്ട്? എങ്ങനെ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരിക്കാം? പഠിച്ചിട്ടില്ലേ നമ്മള്? ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്കിയേ. വെരി ഗുഡ്. എന്താണ്? ബെനിഫിറ്റുകൾ കൊടുത്തുകൊണ്ട്. ഏതൊക്കെ ബെനിഫിറ്റ് ആയിരിക്കാം? ബെനിഫിറ്റ് അല്ലെ? ഇപ്പോ ഇൻഷുറൻസ്, അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ്? ഈ സാലറി, PF, ബോണസ് അല്ലെ? സാലറി ഒക്കെ കൂട്ടി കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ഇപ്പോ പ്രമോഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ടൊക്കെ ഇൻസെന്റീവ് അല്ലെ? ഇതൊക്കെയാണ് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് അല്ലെ? ഇപ്പോ നല്ലൊരു ജോലിയാണ്, പക്ഷെ വളരെ സാലറി കുറവാണ്, വളരെ ഇപ്പോ ടാർഗറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ
ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് 6 മാസമായി കിട്ടിയാൽ മതി, അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും എനിക്ക് 1 വർഷമായി കിട്ടിയാൽ മതി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. കാരണം എന്താണ്, സാലറി കുറവായിരിക്കാം, പക്ഷെ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടായിരിക്കാം ജോലിയിൽ അല്ലെ. ഇപ്പൊ സാലറി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് കഷ്ടപ്പാടും സഹിച്ച് അവിടെ നിൽക്കും ഇല്ലേ. ബോണസ് കൊടുക്കാം, PF കൊടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻസെന്റീവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർ എന്ത് കഷ്ടപ്പാട് സഹിച്ചിട്ട്, നമ്മളായാലും എന്താണ്, നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ സാലറി കുറവും ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തും സഹിച്ച് അവിടെ നിൽക്കാൻ തയ്യാറാവും അല്ലെ. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്ത് നിർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാല്? എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എങ്ങനെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ ഡിഫൈൻ ചെയ്യാം, നിർവചിക്കാം? ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാന്നറിയാം, എപ്പോഴെപ്പോഴും ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യാന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ വായിൽ വന്നു പോകുന്നതാണ് അണ്ടർലൈൻ ചെയ്യാന്നുള്ളത്. എഴുതിയെടുക്കാം, ലെക്ചർ നോട്ട് ചെയ്തിട്ട് എഴുതിയെടുക്കാം. എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസിനെ എന്താണ് ഏറ്റെടുക്കുന്നു അല്ലെ. നമ്മൾ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ ഏറ്റെടുത്തു, അവരെ നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗപ്പെടുത്തി, അവരുടെ കാര്യങ്ങൾ സ്കില്ലാവാം, നോളജ് ആവാം, അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു, അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു അല്ലെ. അവരുടെ സ്കില്ലായാലും നോളജ് ആയാലും കൂടുതൽ ട്രെയിനിങ്ങുകൾ പ്രാക്ടീസുകൾ കൊടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് അവരെ റീറ്റെയിൻ ചെയ്ത് നിർത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്ലാനിങ്ങിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. ഈ എംപ്ലോയീസിനെ നമ്മൾ റീറ്റെയിൻ ചെയ്ത് അവരെ ഏറ്റെടുത്തു, അവരെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു, സ്കില്ലും കാര്യങ്ങളും അവരെ യൂട്ടിലൈസ് ചെയ്തു, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ, ഡെഫിനിഷൻ ഒക്കെയാണോ? ഓക്കെ, ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്, പ്രധാനപ്പെട്ട എയിം കൊടുത്തിട്ടുണ്ട്. എന്താണ് എയിം? The objective is to supply the right to human resources for the right to work and optimum usage of the existing human resources. എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നിലവിലുള്ള എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നിലവിലുള്ള ഹ്യൂമൻ റിസോഴ്സസിന്റെ ശരിയായ ജോലിക്കും പരമാവധി ഉപയോഗത്തിനും ശരിയായ മനുഷ്യവിഭവശേഷി നൽകുക എന്നതാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പരമമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താ നമ്മൾ പറഞ്ഞത്? എക്സിസ്റ്റിംഗ്, നിലവില് അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ ശരിയായ ജോലിക്കും അതുപോലെ തന്നെ അത് കറക്റ്റ് ആയിട്ട് അവര് ജോലി ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള അവരെ യൂട്ടിലൈസ് ചെയ്യുക, ഓരോ കാര്യങ്ങൾക്കും യൂട്ടിലൈസ് ചെയ്ത് അത് മനുഷ്യവിഭവശേഷി നൽകുക എന്നതാണ്. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റിൽ കറക്റ്റ് നമ്പേഴ്സ് ഓഫ് എംപ്ലോയീസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവരെ നമ്മള് ചിലപ്പോ ഇന്റേണലി റിക്രൂട്ട്മെന്റിലൂടെയൊക്കെ പല ഇപ്പോ ആളുകളൊക്കെ ചിലപ്പോ ഒരു വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്റേണലിലേക്ക് നമ്മൾ ചെയ്യാറുണ്ട് ഇല്ലേ, റിക്രൂട്ട് ചെയ്ത് എടുക്കാറുണ്ട് അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അവര് പരമാവധി അവിടെയുള്ള വർക്കേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി യൂട്ടിലൈസേഷൻ ചെയ്യും അല്ലെ, ഉപയോഗപ്പെടുത്താറുണ്ട് ഇല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളെ തന്നെ നമ്മൾ ഇന്റേണലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂട്ടിലൈസേഷൻ ചെയ്യും അല്ലെ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതും ചെയ്യാം, ആ ജോലിയും ചെയ്യണം, ഈ ജോലിയും ചെയ്യണം. അപ്പൊ അത്തരം വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എംപ്ലോയീസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ജോലിയും ചെയ്യാനായിട്ട് ഏൽപ്പിക്കാറുണ്ട് അല്ലെ. അത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റിലൂടെയൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താറുണ്ട് അല്ലെ. അപ്പൊ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിന്റെ ശരിയായ ജോലിക്കും പരമാവധി അവരെ ഉപയോഗിക്കുന്നതിലും എന്താണ് ശരിയായ മനുഷ്യവിഭവശേഷി നൽകുക എന്നതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ പല ഡിപ്പാർട്ട്മെന്റിലും ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ, എംപ്ലോയീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്ന് ആളുകളെ സെലക്ട് ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ എന്താണ് നോളജും സ്കില്ലും പരമാവധി നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗപ്പെടുത്തുന്നു. എന്നിരുന്നാൽ മാത്രമാണ് ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ.
അത്തരം കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അവരെ ഉപയോഗപ്പെടുത്താം, അവരെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഇനി എന്താ നെക്സ്റ്റ് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രിവെയിൽസ് ആസ് എ പാർട്ട് ഓഫ് ദ പ്ലാനിങ് പ്രോസസ് ഓഫ് എ ബിസിനസ്. എന്താണ്? ഒരു ബിസിനസിന്റെ ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നിലനിൽക്കുന്നു അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പോയിട്ട് നമുക്ക് ബിസിനസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് അത് ചെയ്യാൻ പറ്റും? ഇല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആസൂത്രണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? എത്ര എംപ്ലോയീസ് വേണം, എപ്പോ സ്റ്റാർട്ട് ചെയ്യണം, എത്ര റിസോഴ്സസുകൾ വേണം അല്ലെ? ഹ്യൂമൻ റിസോഴ്സുകൾ മാത്രം പോരാ, മറ്റു പല റിസോഴ്സസുകൾ, അസംസ്കൃത വസ്തുക്കള്, അതുപോലെ തന്നെ മെഷീൻസ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? അപ്പോ എന്താണ്? ഒരു ബിസിനസിന്റെ ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ്, ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എംപ്ലോയീസ് ആണ് അല്ലെ? അത് കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഓടിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ എത്ര എംപ്ലോയീസ് വേണം, അവിടെ കറക്റ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം അത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്നാണ് പറയുന്നത്. ഇനി എന്താ നെക്സ്റ്റ് നോക്കാം. ദിസ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ദി മാനേജ്മെന്റ് വിച്ച് ഈസ് എയിംഡ് അറ്റ് കോർഡിനേറ്റിംഗ് റിക്വയർമെന്റ്സ് for and the availability of different types of employers. അപ്പൊ എന്താണ്? വ്യത്യസ്ത തരം തൊഴിലുടമകളുടെ ആവശ്യകതകളും ലഭ്യതയും, അതുപോലെ തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത് അവർക്ക് നീഡ്സ് ഉണ്ടാവും, പല നീഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ലഭ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഗോളുകൾ ഉണ്ടാവും അല്ലെ? പല എംപ്ലോയേഴ്സിനും എന്തുണ്ടാവും? പല മാനേജേഴ്സിനും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി അവരുടെ ആ ഗോളിലേക്ക് എത്തുക എന്നതാണ് അല്ലെ? ആ ഗോൾ ഉണ്ടാവും, അത് രണ്ടും കൂടി ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള മാനേജ്മെന്റ് പ്രവർത്തനമാണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? തൊഴിലുടമകള്, ഓരോ തൊഴിലുടമകളും അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസും സെയിം ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അവിടെ ഒരു എംപ്ലോയർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, അവിടെ ഒരു എംപ്ലോയർ ഉണ്ട്. അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് സെയിം ആയിരിക്കോ? അല്ല, ഡിഫറെന്റ്. നമ്മളെല്ലാവരും ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ? പക്ഷെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടിന്റെയും ഉദ്ദേശം എന്താണ്? ഇപ്പൊ ഹോസ്പിറ്റലായാലും ഒരു സ്കൂള് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങി കഴിഞ്ഞാലും അവരുടെ ലക്ഷ്യം എന്തായിരിക്കാം? പറയാൻ പറ്റുമോ? അച്ചീവിങ് ബിസിനസ് ഗോൾ. അതായത് എന്താ? പ്രോഫിറ്റ് ഉണ്ടാക്കുക, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഓരോ ഓർഗനൈസേഷനും ബിൽഡപ്പ് ചെയ്യുന്നത് അല്ലെ? കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ നീഡ്സ് മനസ്സിലാക്കിയിട്ട് അവരുടെ ഗോള് അച്ചീവ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അത്തരത്തിലുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ആ എംപ്ലോയർ മാത്രം ഉണ്ടായാൽ പറ്റോ? ഇല്ല. അതിന് ആര് വേണം? ഹ്യൂമൻ റിസോഴ്സ് വേണം. അപ്പൊ അതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം അല്ലെ? ഏതൊക്കെ റിസോഴ്സസ് വേണം, എത്ര എംപ്ലോയീസ് വേണം, ഏതൊക്കെ ക്വാളിറ്റി ഉള്ള എംപ്ലോയീസ് വേണം, അവർക്ക് എത്ര എക്സ്പീരിയൻസ് വേണം അല്ലെ? കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഓരോ എംപ്ലോയറിന്റെയും ഗോൾ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് കറക്റ്റ് രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ദ മേജർ activities of human resource planning includes forecasting. അതായത് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർകാസ്റ്റിംഗ് മുൻകൂട്ടി തീരുമാനിക്കുക അല്ലെ? എന്താണ്? ഫ്യൂച്ചറിലെ ആവശ്യകതകൾ നമ്മൾ നോക്കി കണ്ടുകൊണ്ട്
മുൻകൂട്ടി തീരുമാനിക്കുക അല്ലെ. അപ്പൊ എന്താണ്, ഭാവിയിൽ ഇങ്ങനെ പോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭാവിയിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റോ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റോ, നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുക. ഇനി എന്താ, ഇൻവെന്ററി, പ്രസന്റ് സ്ട്രെങ്ത് അല്ലെ. ഇൻവെന്ററി എന്താണ്, ഓരോ എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞാല് പറയാൻ പറ്റുമല്ലോ. ഇൻവെന്ററി എന്താ, എന്താണ് ഇൻവെന്ററി? വെരി ഗുഡ്. എന്താണ്, റിസോഴ്സസുകൾ, ഇപ്പൊ സ്റ്റോക്ക്, മെറ്റീരിയൽസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ആവശ്യമാണ് അല്ലെ. എംപ്ലോയീസ് ആവാം, അതുപോലെ തന്നെ കുറെ അധികം മെറ്റീരിയൽസ്, മിഷ്യൻസ്. ഇപ്പൊ ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ സോപ്പ് നിർമ്മാണ കമ്പനി ഒക്കെ ആണെങ്കിൽ എന്താണ്, അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ, ഒരു സോപ്പ് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് മിഷ്യൻസ് വേണം, ലേബേഴ്സ് വേണം, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അത് സെല്ലിംഗ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. അതാണ് ഇൻവെന്ററിയുമായിട്ട് ബന്ധപ്പെട്ട്, സ്റ്റോക്കുമായിട്ട് അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടോ എന്നുള്ളത്. ഇനി എന്താ, ആന്റിസിപ്പേറ്റിംഗ്, കമ്പാരിസൺ ഓഫ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. ഇപ്പോഴെങ്ങനെയാണ്, അതുപോലെ തന്നെ ഫ്യൂച്ചറിലുള്ള ആവശ്യകതകള് നമ്മൾ നോക്കാം. പിന്നെ എന്താ, അത് കമ്പയർ ചെയ്ത് നോക്കാം. And arrange necessary programs to meet future requirements. അതായത് ഫ്യൂച്ചറില്, ഭാവിയില് നമ്മുടെ ആവശ്യകതകള് അല്ലെങ്കിൽ ആവശ്യങ്ങള് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഓരോ പ്രോഗ്രാംസും, ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാം. എന്താണ്, ഇപ്പോ ഫ്യൂച്ചറിൽ ഇപ്പോ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോഴേ തുടങ്ങി എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഒരു സ്കൂളില് 10th ബാച്ച് ഉണ്ടാവുമല്ലോ, ആ 10th ബാച്ചിന്റെ ഒരു 100% റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഇപ്പോഴേ തുടങ്ങി പ്ലാനിങ് നടത്തും അല്ലെ. എങ്ങനെ പഠിപ്പിക്കണം, ഏതൊക്കെ രീതിയില്, ഏതൊക്കെ മെത്തേഡുകള്, ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യണം, ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം അല്ലെ. ഇപ്പോഴേ തുടങ്ങി അവർക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യണം, കുറെ കാര്യങ്ങൾ നമ്മൾ അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടതുണ്ട്. ഫ്യൂച്ചറില് ആവശ്യങ്ങൾ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള പ്രോഗ്രാംസുകൾ, ആവശ്യമുള്ള പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. HR പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഫോർകാസ്റ്റിംഗ് ഉണ്ട്, ഇൻവെന്ററിങ് ഉണ്ട്, അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റിംഗ്, അതുപോലെ തന്നെ അറേഞ്ചിങ്, 4 കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. അപ്പൊ HR, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ബിസിനസിന്റെ പാർട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്, ഈ എംപ്ലോയർക്ക് അല്ലെ, എന്താണ്, ഓരോ എംപ്ലോയറും ഡിഫറൻസ് ആണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള എന്താണ്, ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്തെടുക്കണം എന്നാ പറഞ്ഞത്. ഗോൾ ഉണ്ടാവാം, അദ്ദേഹത്തിന്റെ നീഡ്സ് ഉണ്ടാവാം, പല പല നീഡ്സ് ആയിരിക്കാം, പല പല ഗോൾസുകൾ. ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഒരു പങ്ക് എന്ത് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വഹിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് ആദ്യം മുതലേ നമ്മൾ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാല് ഈ എംപ്ലോയറുടെ അല്ലെങ്കിൽ മാനേജറുടെ ഗോള് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട്, പ്രോഫിറ്റ് ആണ് ലക്ഷ്യമെങ്കിൽ അത് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മള് ആദ്യം മുതലേ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പോകണം. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് ഓർഗനൈസേഷനിൽ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ.
പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ 2 പാരഗ്രാഫ് ആണല്ലോ ഇന്ന് എടുത്തത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എന്താ ഒത്തിരി ലാഗ് ആയിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ പി ജിയും ആണല്ലോ. അപ്പൊ പി ജി ആയതുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് ഓക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. ചിലർക്ക് ചിലപ്പോൾ മനസ്സിലാവാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും ഭാഗങ്ങള് വായിച്ച് പഠിച്ചിട്ട് വരാം. ഇനി മോക്ക് ടെസ്റ്റ് ഞാൻ 2 പാരഗ്രാഫ് എടുത്തിട്ടുള്ളൂ. അപ്പൊ പറ്റുവാണെങ്കിൽ തന്നാൽ മതിയോ? ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇടാനായിട്ട് ചിലപ്പോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇട്ട് തരാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി മോക്ക് ടെസ്റ്റ് തന്നാൽ മതിയോ? ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് മതി. ഓക്കെ, പറ്റുവാണെങ്കിൽ മിസ് ഇടാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇടാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് മതി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഇട്ട് തരാം. പിന്നെ ഭൂരിഭാഗം കുട്ടികൾക്ക് മിസ്സിനെ അറിയാൻ പറ്റും. സുമയ്യ ആൻഡ് ഗൗരി എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? അവരുടെ അഭിപ്രായം മിസ്സിന് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നല്ല ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാട്ടോ. ഓക്കെ, എനിക്കറിയില്ല, ബാക്കിയുള്ളവർക്ക് എന്റെ ക്ലാസ് കേട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല, ഇങ്ങനെ പോയാൽ മതിയോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.